അച്ഛാ, നമ്മുടെ തോട്ടം സ്ലോട്ടറിനെടുത്താൽ വന്നു നിൽക്കുന്നു. വരാൻ പറ. എന്താ ഗോപി സന്ധ്യസമയത്ത്? ഇന്ന് രാത്രി ഒന്ന് ഹണ്ടിങ്ങിന് പോകാന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പ്, ഒരു കമ്പിളി ഇട്ടേക്കൊള്ളാം. വെറുതെ മെനക്കെടുന്നത് എന്തിനാ? ഒന്നും കിട്ടുകയല്ല. പലരും വേട്ടയ്ക്ക് പോകാറുണ്ട്, വെറും കൈയോടെ പോരാറുമുണ്ട്. വെറുതെ മഞ്ഞുകൊള്ളാനായിരിക്കുമെന്ന് വേറൊരാളും പറഞ്ഞു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കമ്പിളിയുണ്ടോ മോളെ? എന്റെ കമ്പിളി കൊടുക്കാം. അച്ഛന് നാളെ കാട്ടുപന്നിയുടെ ഇറച്ചി തിന്നാമല്ലോ. അവള് തന്നെ കളിയാക്കിയതാണ്. റബ്ബറിനൽപ്പം വില കൂടിയിട്ടുണ്ട്. എന്റെ ഭാഗ്യം. തോട്ടത്തിൽ തന്നെയാണോ താമസം? ദിവസവും പോയി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിയൊന്നുമില്ലേ? ഒരു ജീപ്പുണ്ട്. തണുപ്പത്ത് ഏറുമാടത്തിലിരിക്കാൻ പോവല്ലേ? താങ്ക്സ്. ഞാൻ മദ്യപിക്കാറില്ല. അങ്ങനെയോ? നല്ലത്. ഞാൻ മദ്യപിക്കുമെങ്കിലും മദ്യപിക്കാത്തവരോട് എനിക്ക് ബഹുമാനമാണ്. വരട്ടെ വരട്ടെ. അവൻ 6 മാസം തപസ്സിരുന്നാൽ ഒരു മുയലിനെ പോലും കിട്ടില്ല. നിന്റെ കമ്പിളി എന്തിനാ കൊടുത്തയച്ചത്? ഞാനത് ഉപയോഗിക്കാറില്ല അച്ഛാ. എന്ത് പറ്റി? ഒന്നും കിട്ടിയില്ല. മഞ്ഞു കൊണ്ടത് മിച്ചം. കമ്പിളി കൊടുത്തിട്ട് പോ. ഒരു വേട്ടക്കാരൻ. അച്ഛാ, ആ ഗോപിയൊരു മുട്ടൻ കാട്ടുപന്നി വെടിവെച്ച് കൊടുത്തയച്ചിരിക്കുന്നു. അവനൊരു സമർത്ഥനാണല്ലോ. ഇത്രയും വലിയൊരു കാട്ടുപന്നിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വേഗം അതിനെ ശരിയാക്കാൻ ഏർപ്പാടി. വിമലമോക്കും കളക്ടർക്കും വെടിയിറച്ചി എന്ന് പറഞ്ഞ ജീവനാ. ഡ്രൈവറെ വിളിക്ക. ഞാൻ വിചാരിച്ചില്ല കിട്ടുമെന്ന്. ഓ, എന്തോന്നാ എത്ര പറയാൻ? കാട്ടുപന്നികൾ കൂട്ടമായി വന്നിരിക്കും. ഏത് പൊട്ടം വെടിവെച്ചാലും ഒരെണ്ണം വീഴും. എന്നിട്ട് ചേട്ടൻ ഇത്രയും കാലം നടന്നിട്ട് ഒന്നിനും കിട്ടിയില്ലല്ലോ. മത്തായി, അപ്പുറത്തൊരു കാട്ടുപന്നിയെ കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം ശരിയാക്ക്. അതിൽ 5-8 കിലോ നമ്മുടെ കളക്ടറുടെ അവിടെ എത്തിക്കണം. താറിപ്പിക്കും. ജീപ്പിൽ പോയാ പോരെ? താമസിക്കും. 10-100 കിലോമീറ്റർ കൂടുതൽ പോകണ്ടേ? മോളെ, നീ ഒരു ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്ത് ചേച്ചിയോട് വിളിച്ച് പറ വെടിയിറച്ചി കൊടുത്തയക്കുന്നുണ്ടത്. അലമാരിയിൽ നിന്ന് 2 കുപ്പി ബിസ്ക്യൂട്ട് കൂടെ എടുത്ത് കാറിൽ വെച്ചേര്. മത്തായി അത്തോട്ടിയല്ലേ? വേഗം ഒന്ന് ശരിയാക്ക്. അച്ഛാ, ഇളയ ചേച്ചിക്കും വെടിയിറച്ചി വലിയ ഇഷ്ടമാണ്. ബാംഗ്ലൂർ വരെ ഇനി എങ്ങനെ കൊടുത്തയക്കും? ഇന്നലെ രാത്രിയിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ രാവിലെയുള്ള ബാംഗ്ലൂർ ഫ്ലൈറ്റിന് കൊടുത്തയക്കാമായിരുന്നു.
ഉച്ചയ്ക്ക് ഉണ്ണാൻ വേറെ വല്ലവരും വിളിക്കണോ അച്ഛാ? ശേഖരന്റെ കൂട്ടുകാർ കാണും. പിന്നെ നിനക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോ. ഗോപിയെ കൂടെ വിളിക്കണ്ടേ? അയാളല്ലേ വെടിവെച്ച് കൊണ്ടുവന്നത്? അത് വേണ്ട. അവനെയൊക്കെ ഉണ്ണാൻ വിളിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. ആ, കാറിൽ ബോട്ടിൽ എടുത്ത് വെക്കാൻ മറക്കണ്ട. ആ. ആ പാപ്പിയോ? ഞാൻ നാട്ടിൽ വരെ ഒന്ന് പോയച്ചു വരാം. ജീപ്പിന് കുറച്ച് പണിയുണ്ട്, അന്ന് ശരിയാക്കണം. ആ എന്നാ പോയിട്ടോ. അല്ലേ, ആ ഹംസയെ കാണുകയാണെങ്കിൽ അവനോട് കുറച്ച് രൂപ കൂടെ സംഘടിപ്പിച്ചു തരാൻ പറയണം. ഓ വരട്ടെ. ആ ഹലോ. ഹലോ. എന്താ ഇവിടെ? ഞാൻ ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത ഭംഗി. അല്ല, പ്രകൃതി ഭംഗി. വന്നേ, ഓടി വാടോ. താനേ ആ ബംഗ്ലാവിലോട്ട് ചെന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ തരാൻ പറ. എന്താണോ? ഗോപി സാറിന് കുടിക്കാനേ ഒരു കുപ്പി ഐസ് വാട്ടർ വേണം. ആ, എടുത്തു തന്നാ കൊണ്ടേ കൊടുത്തിട്ട് എനിക്കങ്ങ് പോകാമായിരുന്നു. താൻ പോയിക്കോ. കൊണ്ടേ കൊടുത്തോളാമോ? ആ, ഓ, വെള്ളം ഇടറോ. കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ആ താമ്പ് പണി. ഓ, എന്തിനാ വരാൻ പറഞ്ഞത്? വരാൻ പറഞ്ഞു. ആര്? ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ജോലിക്കാരനോട് പറഞ്ഞു വെച്ചില്ലേ? വാച്ചർ പറഞ്ഞല്ലോ. കുടിക്കാൻ കുറച്ച് വെള്ളത്തിനാണ് ഞാൻ പറഞ്ഞയച്ചത്. എന്റെ ദൈവമേ, ആ വാച്ചർ എന്നെ കൊല്ലിക്കും. ആ കേൾവി കൂടുതലുള്ള ആ വാച്ചറെ പറഞ്ഞില്ലെങ്കിലേ ഞാൻ ഈ പണി വിട്ടേച്ച് എന്റെ പാട്ടിന് പോകും. കേൾവി കൂടുതലുള്ള വാച്ചറോ? അതെ, മനസ്സിൽ ആശിക്കുന്നത് അയാള് കേൾക്കും. നല്ല കമ്പ്യൂട്ടർ ചെവിയാണ്. അതുകൊണ്ടല്ലേ ഏമയെ ഞാൻ വിളിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ അയാൾ പറഞ്ഞത്. പക്ഷെ അയാളുടെ ചെവി എന്റെ ശരീരം കേടുവരുത്തും. അത്രയ്ക്ക് പേടിയാണോ? പേടിയാണോന്നോ? ഇത്രയും വലിയൊരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകളെ ഒരു സാധാരണ ചെറുപ്പക്കാരന് കാണണമെന്ന് തോന്നിയാൽ പേടിക്കണ്ടേ? വേണ്ട. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഹേമയുടെ അച്ഛനോ ചേട്ടനോ കണ്ടുകൊണ്ട് വന്നാൽ പേടിക്കണ്ടേ? വേണ്ട. ഇപ്പൊ എന്റെ പേടി മാറി. എന്റെ ഇഷ്ടത്തിനെതിരായി അച്ഛനൊന്നും പറയില്ല. പറഞ്ഞാൽ ഞാൻ അനുസരിക്കുകയില്ല. പിന്നെ ഹേമയുടെ ഇഷ്ടം അറിഞ്ഞാ മതി. കരാർ എഴുതണോ? വാക്ക് മതി. വാക്ക്.